ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ BEd പോർഷൻസ് ആണ് തീർക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സെറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ ഇട്ടിരുന്നു. അതിനകത്ത് നമ്മൾ സിലബസിനെ കുറിച്ചും സെറ്റിൻ്റെ എക്സാം എന്താണെന്നും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിന് ശേഷം സിലബസ് ബേസ്ഡ് ക്ലാസ്സസുകൾ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ യൂണിറ്റ് 4-ലെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന ആദ്യത്തെ മൊഡ്യൂളായ ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിനകത്ത് നിങ്ങൾ പറ്റുന്നവരെ നിങ്ങൾ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഓരോ സിലബസ് തീരുന്നതിനനുസരിച്ച് അത് മാർക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇനി ഇതിനകത്ത് ആദ്യത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഇത്രയും. എന്താണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി, അതുപോലെ എന്താണ് എഡ്യൂക്കേഷണൽ ഫിലോസഫിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ ഏതൊക്കെയാണ് മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ്, അതെന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ എയിം, കരിക്കുലം, എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ എന്താണ് ടീച്ചർ എന്ന കോൺസെപ്റ്റ് എന്താണ്, ഫ്രീഡം എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എന്താണ് എഡ്യൂക്കേഷൻ? അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. ഒരു മനുഷ്യനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിപൂർണതയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ വഴി ഒരു മാനെ ഒരു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. നമുക്കറിയാം ഒരുപാട് കോട്ട്സ് ഉണ്ട് എഡ്യൂക്കേഷനിൽ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ പഠിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ റയറായിട്ട് ചിലതൊക്കെ നമുക്ക് ഓർത്തിരുന്ന് പഠിക്കാം. ഇപ്പം ടാഗോറിൻ്റെ മറ്റൊരു കോട്ടാണ്, ദ വൈഡസ്റ്റ് റോഡ് ലീഡിങ് ടു ദ സൊല്യൂഷൻ ഓഫ് ഓൾ അവർ പ്രോബ്ലം ഈസ് എഡ്യൂക്കേഷൻ. ഇത് ടാഗോറിൻ്റെ ഒരു കോട്ടാണ്. ഇനി ഋഗ്വേദയിലെ ഒരു കോട്ടാണ്, എഡ്യൂക്കേഷൻ ഈസ് സംതിങ് വിച്ച് മേക്സ് മാൻ സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ്ലെസ്. അത് ഋഗ്വേദയിലെയാണ്. ഇങ്ങനെ ചില കോട്ട്സൊക്കെ നമുക്ക് പഠിച്ചിരിക്കാം. ഇപ്പോൾ പറഞ്ഞ 2 കോട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക, നോട്ട് ചെയ്യുക, പഠിക്കുക. ഇനി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ടേം ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു നൗറിഷ് എന്നാണ്. ഇനി ടേം വന്നത് ലാറ്റിൻ വേർഡായ എഡ്യൂക്കേറ്റം എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ്. ഇറ്റ് മീൻസ് ദ ആക്ട് ഓഫ് ടീച്ചിങ് ഓർ ഫ്രെയിമിങ്. അതാണ് ആ ഒരു എഡ്യൂക്കേറ്റം എന്നുള്ള വാക്കിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ കഴിഞ്ഞു. ഇനി ഫിലോസഫിയിലേക്ക് വരുമ്പോൾ ഫിലോസഫി മീൻസ് ലവ് ഓഫ് വിസ്ഡം എന്നാണ്. ഇനി ഫിലോസഫി എന്നുള്ള വാക്ക് വന്നത് ഗ്രീക്ക് വേർഡ് എന്നാണ്. ഇതിൽ ഫിലോ എന്ന വാക്കിൻ്റെ മീനിങ് ലവ് എന്നും സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്നുമാണ്. ഈ ഒരു വേർഡിൽ നിന്നാണ് ഫിലോസഫി എന്ന വാക്ക് വന്നത്. സോ ഈ ഒരു ലാറ്റിൻ ഗ്രീക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് സെറ്റിന് ചോദിക്കലുണ്ട്, എഡ്യൂക്കേഷൻ ഏത് വേർഡിൽ നിന്നാണ് വന്നതെന്ന്. ഇത് സെറ്റിന് മാത്രമല്ല, ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ LP-UP എക്സാമിന് ചോദിച്ചിരുന്നു ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഈ വേർഡ് വന്നിട്ടുള്ളതെന്ന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെറ്റിന് എന്നല്ല എല്ലാ എക്സാമിനും ആവശ്യം വരും. സോ അത് നോട്ട് ചെയ്യാം. അടുത്തത് എന്താണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നുള്ളത് നമുക്ക് പഠിക്കാം. എഡ്യൂക്കേഷൻ എന്താണെന്ന് പഠിച്ചു, ഫിലോസഫി എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി? ഇത് രണ്ടും എഡ്യൂക്കേഷണൽ ഫിലോസഫിയും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ നമ്മൾ പഠിക്കുന്നത് വി ആർ സ്റ്റഡിങ് ഹൗ ടു അപ്ലൈ ഫിലോസഫി ഇൻ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഫിലോസഫിക്കലായിട്ടുള്ള ഏരിയകളെ, ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യും, ടീച്ചിങ്ങിലും ലേണിങ്ങിലും നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ അതിനെ അസസ്മെൻറ്റിനും ഇൻസ്ട്രക്ഷൻ, കരിക്കുലം മേക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ജസ്റ്റ് സിംപ്ലി എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി. ഇനി എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ? അത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫിലോസഫി എഡ്യൂക്കേഷൻ വുഡ് ബി ബ്ലൈൻഡ്. അപ്പോൾ ഫിലോസഫി നിർബന്ധമാണ്, എങ്കിലേ നമുക്കൊരു പെർഫെക്ഷനിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ടീച്ചേഴ്സ് ഫിലോസഫി ഈസ് പാസ്ഡ് ടു സ്റ്റുഡൻസ്. ഇപ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. മെയിൻലി ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നവരാണ് കുട്ടികൾക്ക് ഒരു കാലം വരെ അവരുടെ റോൾ മോഡലായിരിക്കും. അതുപോലെ ടീച്ചേഴ്സാണ് അടുത്തൊരു ജനറേഷനെ മോൾഡ് ചെയ്തെടുക്കുന്നത് അവരാണ്. അതുപോലെ ടീച്ചേഴ്സ് ആ സോഷ്യൽ എൻജിനീയേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ
പറയാനായിട്ട് പറ്റും. ഇതൊക്കെ വേണമെങ്കിൽ ഈ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയേ ഉള്ളൂ. ഇനിയാണ് മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻ. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് വളരെ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാർ ആയിട്ടുള്ള ടോപ്പിക് ഇതാണ്, മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ്. ഇതിനകത്ത് ഫിലോസഫി ഈസ് കൺസേൺഡ് വിത്ത് 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ആ 3 ആസ്പെക്ട്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് നന്നായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ സെറ്റിന് മോസ്റ്റ് റിപ്പീറ്റിംഗ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെ എടുത്ത ക്ലാസ് നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഭാഗം ഇനിയുള്ള ഒരു 3 സ്ലൈഡ് അത് കൃത്യമായിട്ട് പഠിക്കണം, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതെന്താണേലും ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ചു ചോദിക്കും. ഇനി മെറ്റാഫിസിക്സ് ഒന്നാമത്തെ ആസ്പെക്ട്സ് ആണ് മെറ്റാഫിസിക്സ്. ഇത് സിമ്പിളാണ്. മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എന്നോ ബിയോണ്ട് എന്നോ ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ ബിയോണ്ട് ദ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിയോണ്ട് ദ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ, അതായത് റിയാലിറ്റിയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ തിയറി ഓഫ് ബീയിങ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് റിയാലിറ്റി, ഇത് രണ്ടും മെറ്റാഫിസിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ മെറ്റാഫിസിക്സിനെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇറ്റ് എൻക്വയേഴ്സ് ഇൻ ടു ദ നേച്ചർ ആൻഡ് അൾട്ടിമേറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ ഈ ഒരു ഒറ്റ ഐഡിയ ഓർമ്മയുണ്ടായാൽ മതി. ഈ ഫിസിക്സിനും അപ്പുറമുള്ള കാര്യങ്ങൾ, അതായത് റിയാലിറ്റിയിലേക്കുള്ള കാര്യങ്ങൾ. ആ ഒരു റിയാലിറ്റി എന്നൊരു വാക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റാഫിസിക്സിൽ നിന്ന ഭാഗത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. റിയാലിറ്റി എന്നുള്ള ഒരു കീവേഡ് ഉണ്ടല്ലോ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോളജ് ആണ്. ലോഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആണ്. അതായത് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് നോളജ് എന്നാണ്. ഇതിനകത്ത് തിയറി ഓഫ് നോളജ് എന്ന് പറയുന്നത് ഈ ഒരു എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് തിയറി ഓഫ് നോളജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഒറിജിൻ, നേച്ചർ, ലിമിറ്റേഷൻ ഓഫ് നോളജ്. അതായത് നോളജിനെ കുറിച്ചുള്ള പഠനമാണ് ഇവിടെ. നോളജിനെ കുറിച്ച് നോളജ് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ നേച്ചർ എന്താണ്, നോളജിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതൊക്കെയാണ് എപ്പിസ്റ്റമോളജി പറയുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസ്റ്റമോളജി പഠിക്കുമ്പോൾ ഈ ഒരു കീവേഡ് ആയിട്ടുള്ള നോളജ് എന്ന ഒരു കീവേഡ് മാത്രം ഓർത്തിരുന്നാൽ മതി. എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോളജ് എന്നുള്ള ഒരു കീവേഡ് ഇതിൽ ഓർത്തിരിക്കുക. നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച മെറ്റാഫിസിക്സിൽ നമ്മൾ പഠിച്ച കീവേഡ് റിയാലിറ്റി എന്നുള്ളതായിരുന്നു. എപ്പിസ്റ്റമോളജി നമ്മൾ പഠിക്കുന്ന കീവേഡ് നോളജ് എന്നുള്ളതാണ്. അടുത്തത് ആക്സിയോളജി. ആക്സിയോളജി നമുക്ക് മലയാളത്തിൽ മൂല്യശാസ്ത്രം എന്നൊക്കെ പറയാം. ഈ ആക്സിയോളജിയുമായി റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് സ്റ്റഡി ഓഫ് വാല്യൂസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഇറ്റ്സ് നേച്ചർ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. വാല്യൂസ് എന്ന് പറയുമ്പോൾ വാല്യൂസ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ്, ഇപ്പോൾ നല്ലതാണോ ചീത്തയാണോ അങ്ങനെയുള്ള മൂല്യം, അതായത് വാല്യൂവിനെ കുറിച്ചുള്ള പഠനമാണ് ആക്സിയോളജി. ഇതിനകത്ത് 2 ഡിവിഷൻസ് വരുന്നുണ്ട്, അതായത് 2 ടൈപ്പ് ഉണ്ട്. ഇത് എത്തിക്സ് ഉണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്. എത്തിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മലയാളത്തിൽ പറഞ്ഞാൽ നീതിശാസ്ത്രം. എത്തിക്സ് എന്ന് പറയുമ്പം റൈറ്റ് ആണോ റോങ് ആണോ, നമുക്കൊരു എത്തിക്സ് വേണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരു എത്തിക്സ് വേണം എന്ന് പറയും. സ്റ്റഡി ഓഫ് റൈറ്റ് ഓർ റോങ്, അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എസ്തെറ്റിക്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം സൗന്ദര്യശാസ്ത്രമാണത്. അതായത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻസായ എത്തിക്സും എസ്തെറ്റിക്സും ഓർത്തിരിക്കാം. എത്തിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് റൈറ്റ് ഓർ റോങ് ആണെന്നും ഓർത്തിരിക്കാം. ഇനി അടുത്തത് കോൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം, ഡിസിപ്ലിൻ. ഇതിനകത്തൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ടീച്ചർ എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഫ്രീഡം എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ഇതൊന്നും ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം പോലുമില്ല. ടീച്ചറിൻ്റെ റോൾ ഒരു തിയറിസ്റ്റായിട്ടും ഒരു എഡ്യൂക്കേഷൻ പ്രാക്ടീഷണറായിട്ടും എല്ലാ രീതിയിലും അതിന് റോളുണ്ട്. അതായത് ടീച്ചറിൻ്റെ റോളാണ് എഡ്യൂക്കേറ്ററാണ്, മോട്ടിവേറ്ററാണ്, ഡയറക്ടറാണ്, അഡ്വൈസറാണ്, കൗൺസിലറാണ്. അതായത് ടീച്ചർ ഈ എല്ലാ ഏരിയയിലും കുട്ടികൾക്ക് വേണ്ട അറിവുകൾ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരൊരു പെർട്ടിക്കുലർ പാത്തിൽ അവരെ ഡയറക്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു. സോ ഈ ടീച്ചർ എന്നുള്ള ഒരു റോളിൽ അവർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റിയാണ്. ട്രൂത്ത്ഫുൾ ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം,
കോൺഷ്യസ് ആയിരിക്കണം, അവർക്കൊരു നോബിൾ മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു റെസ്പെക്ട് ദെയർ ഫെലോ ടീച്ചേഴ്സ് ആൻഡ് സ്ട്രിക്ട്ലി ടു ദ കോഡ് ഓഫ് കണ്ടക്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീഡം ഇൻ പ്ലാനിങ്, അപ്ലൈയിങ്, ഓർഗനൈസിങ്, വാലുവേറ്റിംഗ് ഓൺ അക്കാഡമിക് പ്രോഗ്രാംസ്. ഇനിയിപ്പോൾ അടുത്ത് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി സ്ട്രെങ്തൻ ദ പ്രൊഫഷണൽ കോമ്പിറ്റൻസി ആൻഡ് ഫ്രീഡം ഇൻ ഇംപ്രൊവൈസിങ്, ഡിസൈനിങ്, കൺസ്ട്രക്റ്റിംഗ്, യൂസിങ് ടീച്ചിങ് ഐഡ്സ്. ഇതെല്ലാം ഇതൊക്കെ നമുക്ക് വരിക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലായിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് വരിക. അതായത് കോൺസെപ്റ്റ് ഓഫ് ടീച്ചർ ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കീവേഡ്സ് ആയിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേറ്റർ, മോട്ടിവേറ്റർ, ഡയറക്ടർ, അഡ്വൈസർ, കൗൺസിലർ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ചെറിയൊരു ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, അതുപോലെ തന്നെ എത്തിക്സ്, എസ്തെറ്റിക്സ് ഒക്കെ വരുന്ന ആസിയോളജി, ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഇത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കോൺസെപ്റ്റിൻ്റെ, അതായത് ആദ്യത്തെ ഈ ഒരു ചെറിയൊരു ഭാഗത്തിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് അടുത്തൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്, PYQs, മോഡൽ ക്വസ്റ്റ്യൻസ് അല്ല, PYQs ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സോ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. പറ്റുന്ന മെയിൻ ടോപ്പിക്സ്, മെയിൻ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.